ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പനീർ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ പനീറിനെ നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ പനീറിനെ ആദ്യമേ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് വെച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടാകുമ്പോൾ പനീറിനെ ഓരോന്നായിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പനീറിനെ എല്ലാം ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചുമിട്ട് പനീറിനെ നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ് നമുക്കൊരു പ്ലേറ്റിലേക്ക് പനീറിനെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. ഇതേ ഓയിലിലേക്ക് ഞാനിവിടെ ഒരു വലിയ സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇച്ചിരി ക്രിസ്പിനെസ് നമുക്ക് ആവശ്യമാണ്, അതുപോലെ നമുക്കിതിനെ വഴറ്റിയെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു ഷിംല മിർച്ചും, ഒരു വലിയ സൈസ് ഷിംല മിർച്ചും ഞാൻ ഇതിലേക്ക് ഇട്ടു. ക്യാപ്സിക്കം അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി പനീർ എടുക്കുന്നോ അതനുസരിച്ച് വേണം ഒനിയൻ്റെയും ക്യാപ്സിക്കൻ്റെയും മെഷർമെൻറ്റ് ക്വാണ്ടിറ്റി കൂട്ടാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് സോയാ സോസ്. സോസുകളൊക്കെ ഇടുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ പനീറിന്. 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പനീറിനെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിങ്ങനെ സോസുകൾ ഇട്ടൊന്നും കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ സോസ് ഇല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ സോസ് ഇട്ടാൽ ഒന്നുകൂടെ ഡെലീഷ്യസ് ആവും. അപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ ഒക്കെ കൊടുത്തുവിടാവുന്നതാണ്. റൈസിൻ്റെ കൂടെ, ജീര റൈസിൻ്റെ കൂടെയൊക്കെയും കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി സൈഡ് ഡിഷാണ്. എങ്ങനെയുണ്ടെന്ന് എന്നെ ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് പറയണം. നിങ്ങളുടെ കമൻറ്റ് വായിക്കാനായിട്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതൊന്ന് ഉണ്ടാക്കിക്കൊണ്ട് നോക്കണേ. ഉണ്ടാക്കി നോക്കിയെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് എത്ര ഡെലീഷ്യസ് ആയിരുന്നുവെന്ന്. എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളല്ലോ. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത്രയും സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുവാണ്. എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത കൂട്ടുകാരികളുണ്ട്, നല്ല നല്ല കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ഉണ്ട്. താങ്ക് യു. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഈ റെസിപ്പി ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പിയുമായിട്ട്. അപ്പോഴത്തേക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.